സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും കൂട്ടുകാരനും രേവതിയുടെ വീടിൻ്റെ പരിസരത്ത് കാറ് നിർത്തുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ സച്ചി കൂട്ടുകാരനോട് പറയാണ്, നീ പോയിട്ട് രേവതി അവിടെ ഉണ്ടോയെന്ന് പോയി ഒന്ന് അന്വേഷിക്കുമെന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറയണേ, എന്നിട്ട് എന്നെ കാണാനില്ല എന്ന് പറയാണ് സച്ചി. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരൻ ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ രേവതിയുടെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് വാതിൽ തട്ടുകയാണ്. അപ്പോൾ വാതിൽ തുറക്കണത് നമ്മുടെ രേവതിയുടെ അനിയനാണ് കേട്ടോ. രേവതിയുടെ അനിയൻ, നീ താൻ ആരോടോ കുടിച്ചിട്ടൊക്കെ വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ രേവതിയും അമ്മയും അനിയത്തിയൊക്കെ വരികയാണ്. പിന്നീട് രേവതിയോട് കൂട്ടുകാരൻ ചോദിക്കുകയാണ്, സച്ചിനെ കാണാനില്ല, സച്ചിനെ ഒരു വിവരമില്ല എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, സച്ചിയേട്ടൻ അതിന് ഇവിടെ വീട്ടിലുണ്ടല്ലോ, സച്ചിയേട്ടൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കൂട്ടുകാരനൊരു ഷോക്കാവുകയാണ്. എന്നിട്ട് കൂട്ടുകാരൻ തിരിച്ച് സച്ചി എടുത്ത് വന്നിട്ട് പറയുകയാണ്, ആ സച്ചി, നീ വിളഞ്ഞ വിത്താണെങ്കിൽ നിന്നെക്കാട്ടിയും വിളഞ്ഞ വിത്താണ് നിൻ്റെ ഭാര്യ. അവളോട് ഞാൻ പറഞ്ഞു സച്ചിനെ കാണാനില്ലയെന്ന്. അപ്പോൾ അവൾ പറയാം, സച്ചിയേട്ടൻ ഇവിടെ കിടന്നുറങ്ങുകയാണെന്ന്. ഓ, അത് കേട്ടപ്പോൾ എൻ്റെ തലയ്ക്കൊക്കെ തരിപ്പായി. എന്തായാലും പഠിച്ച കളി തന്നെയാണ് കേട്ടോ നിൻ്റെ ഭാര്യ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.